ഹായ് ഫ്രണ്ട്സ്, ജിഷ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. ചിക്കൻ അച്ചാറാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിതിൽ പറഞ്ഞു തരാം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ. 1 കിലോ ഇറച്ചി, എല്ലില്ലാത്ത ഇറച്ചി നമ്മൾ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2 സ്പൂൺ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കാം കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് മയമായി വരുന്ന വരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഗ്യാസ് നമുക്ക് കത്തിച്ചിട്ട് നമുക്ക് അടുപ്പയിലൊരു പാന് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 കുപ്പി എണ്ണ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് പുരട്ടിയത് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി മസാലയൊന്നും പുരട്ടാതാണ് ഞങ്ങൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് കൂടുതലും സ്വാദും ഉണ്ടാവും, നല്ലൊരിതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസാല പുരട്ടാതെ ചെയ്യുന്നതെന്ന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മസാല കരിയുകയും അതിൻ്റെ മണമൊക്കെ വരില്ലേ, എങ്ങനെ ആയാലും വേവ് കുറവൊക്കെ ആവും. അത് കാരണം കൊണ്ടാണ്. ഇതാണെങ്കിൽ എളുപ്പത്തിൽ നമ്മുടെ ചിക്കൻ വേകുകയും ചെയ്യും. പിന്നെ മസാല നമ്മൾ ഇതിലാക്കി ഇടുമ്പോൾ നമുക്ക് നല്ല രുചിയായിട്ട് നമുക്ക് കഴിക്കാം. കരിയത്വമൊന്നും ഇല്ല, കരിമണമൊന്നും വരില്ല. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ചിക്കൻ അച്ചാർ ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ പുതിയ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, കുക്കിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതിലൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്ട് ഇത് കണ്ടില്ല, നമ്മളിതായി വന്നപ്പോൾ വിനീഗറി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അത് കണ്ടില്ല, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി ഇത് കണ്ടില്ല, നല്ല സെറ്റായി. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേകാൻ വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇനിയും അടച്ചു വെച്ചിട്ട് നമുക്ക് സിം മോഡലിട്ടിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഫുൾ മോഡലിട്ട് അത് ഇതാകും, കരിയും. അതുകൊണ്ടാണ്. പിന്നെ നമുക്കിനി അതിനി ഊറ്റിയെടുക്കാം കേട്ടോ. നമുക്കതിൽ നിന്ന് ഒരു പാത്രത്തിൽ നമുക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബൗളിൽ ആക്കി വെക്കാം കേട്ടോ. നമ്മളിവിടെ ചിക്കൻ നല്ല രീതിയിൽ ഡ്രൈ ഫ്രൈ ആകാത്ത രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 50 ഗ്രാം നമുക്ക് വെളുത്തുള്ളിയും പിന്നെ 20 ഗ്രാം നമുക്ക് ഇഞ്ചിയും വേണം ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി നന്നായിട്ട് അതൊന്ന് ചെറിയതായിട്ടൊന്ന് ഇതായാൽ മതി. അധികം ഫ്രൈ ആകാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒരു മിനിമം നമുക്കൊരു ചെറിയൊരു ചൂടിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിനൊക്കെ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് കാന്താരി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചീനമുളകെന്നും പറയും, ഞങ്ങളുടെ ഇവിടെ കാന്താരി പറയും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് നമ്മൾ തീ കുറച്ചിട്ടിട്ടാണ് ചെയ്യുന്നത്. കൂട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിമണം വരും. അത് കാരണം കൊണ്ട് ഫ്രൈ കൂടിപ്പോകും. അത് കാരണം കൊണ്ടാണ് നമ്മൾ കുറച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നമുക്ക് അച്ചാർ പൊടി, നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അച്ചാർ പൊടി വീട്ടിലെങ്ങനെയാണ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ അച്ചാർ പൊടി നമ്മളിട്ട് നമ്മൾക്ക് സെറ്റായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പൊടി ചേർത്ത്
മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു രുചികരമായിട്ടുള്ളൊരു ചിക്കൻ അച്ചാർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെ നമുക്കൊന്ന് വെച്ചാൽ മതി, അടച്ചു വെച്ചാൽ മതി. അപ്പോഴത്തേന് ഇത് സെറ്റായി വരും. അപ്പോൾ പിന്നെ നമുക്കത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കഴിക്കാം കേട്ടോ. ഈ ട്രാവലൊക്കെ ചെയ്യത്തില്ലേ, അവർക്കൊക്കെ നല്ല ഒരു നേരത്തെ ഒരു ഫുഡൊക്കെ നമുക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി പൊടി 1 ടീസ്പൂൺ. പിന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ആ മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിച്ച് കഴിയുന്നേരം നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പം അതനുസരിച്ച് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതിലേക്ക് ചിക്കൻ മസാല നമ്മൾ മുമ്പേ അച്ചാർ പൊടി നമ്മൾ വെച്ചില്ലേ, അപ്പോൾ ആ അച്ചാർ പൊടി നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അച്ചാർ പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 3 ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ കളറ് കൂട്ടണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സ്ലോ മോഡിലിട്ടിട്ടാണ് നമ്മളിത്, ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഇനിയും മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിയാതിരിക്കാനാണ് കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ, സ്ലോ കുക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊക്കെ യോജിപ്പിച്ച് കൊടുക്കുക, മസാലകളൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കുകയും ചെയ്യും. നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിലൊക്കെ ഒന്ന് പരീക്ഷ നോക്കണം. പരീക്ഷ നോക്കിയിട്ട് നിങ്ങൾക്കത് ഞങ്ങളുടെ വീഡിയോനൊക്കെ തന്ന് സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു. വീണ്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെക്കാം, അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അത് കണ്ടില്ലേ, സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റൊക്കെ ആയി, ചിക്കൻ നല്ല ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 2-3 വട്ടം നമ്മൾ അടച്ച് വെച്ച് തുറക്കുകയൊക്കെ ചെയ്തു. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് തുറന്ന് നോക്കാം. ഇത് പറ്റി വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അടിപൊളിയല്ലേ, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പം കഴിച്ച് ഞാൻ നോക്കി, അടിപൊളിയാണ്. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം തന്ന സപ്പോർട്ടിന് നന്ദി.